തങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇടയരോട്, മതവിശ്വാസികളോട്, ആ സമൂഹത്തോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർ ഈ കൊലയാളികളുടെ, ഈ അക്രമികളുടെ വിരുന്ന് സൽക്കാരത്തിൽ പോകരുത്. ആ വിരുന്ന് സൽക്കാരത്തിലേക്ക് അവരെ എത്തിക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് ദിവ്യക്ക് അറിയാമല്ലോ. നമ്മുടെ രാജ്യത്ത് എല്ലാ മതസംഘടനകൾക്കും നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ട്. അത് നിയമാനുസൃതമായ പണമാണ്. പക്ഷേ BJP പ്രതിദാനം ചെയ്യുന്നത് RSS ആണ്. RSSുമായി ബന്ധപ്പെട്ട നിരവധി NGOസിന്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിരവധി സോഴ്സുകളിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. ഇവിടെ ക്രൈസ്തവ സംഘടനകൾക്ക് പണം നൽകുന്ന അതേ സംഘടനകൾ തന്നെ RSSൻ്റെയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിദഗ്ധമായ പഠനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പോൾ എന്താണ്, തങ്ങൾക്ക് അനഭ്യുതരായ ഒരു മതസമൂഹം വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മതം എന്ന് പറയുന്നത് സംഘടനാപരമായി, ഓർഗനൈസേഷനായി, സഭാപരമായി തന്നെ ഒരു സാർവദേശീയ മതമാണ്. അതിൻ്റെ ലോക ആസ്ഥാനമാണ് വത്തിക്കാൻ. അതിന് നാനാവിധമായ ഫണ്ടുകൾ വരും. ഈ ഫണ്ടുകളൊക്കെ തന്നെ നിയന്ത്രിക്കാനും അതിൻ്റെ മുകളിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താനും ഒക്കെ തങ്ങളുടെ കേന്ദ്ര ഭരണാധികാരം അവർ ഉപയോഗിക്കും. അവർ ആ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം സഭാ മേധാവികൾ ആശങ്കാകുലരാണ്. അപ്പോൾ ഭയപ്പെടുത്തി തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് മതപരിവർത്തനം ആലോചിച്ച് കൂട്ടത്തോടെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുമ്പോൾ, മറുഭാഗത്ത് പലതരത്തിലുള്ള ഭയപ്പെടുത്തലുകൾ, ബ്ലാക്ക്മെയിലുകൾ ഈ BJP സർക്കാർ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാസിസ്റ്റുകൾക്ക് ഒരു തത്വമില്ല, ഒരാദർശവും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയോജനവാദപരമാണ്. തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി അവർ കൊലക്കത്തിയെടുക്കും, മറുഭാഗത്ത് എന്താണ്, സോപ്പിട്ട് കേക്ക് കൊടുക്കുകയും ചെയ്യും, ക്രിസ്മസ് ചടങ്ങിന് പോവുകയും ചെയ്യും. ഇത് ഫാസത്തിൻ്റെ ഇരട്ട സ്വഭാവമാണ്. അപ്പോൾ അവരെ ശരിയായ രീതിയിൽ തിരിച്ചറിയുക എന്നുള്ളൂ. ഇവിടെ ഫാദർ പോൾ തേലേക്കാട്ട് പറഞ്ഞല്ലോ, അവരെ തിരിച്ചറിയുക എന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ പോലും ഇതുപോലെയുള്ള സമാന സംഭവങ്ങൾ ഉണ്ടാവുകയല്ലേ? അതാണല്ലോ പാലക്കാട് പുതുശ്ശേരിയിൽ കണ്ടത്. അല്ല, അത് ഒരു വിഭാഗത്തിനിടയിലേക്ക് ഈ വംശീയതയുടെ, അപരമതവിരോധത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഉന്മാദം പടർന്നു കഴിഞ്ഞാൽ അത് പല തലങ്ങളിൽ വരും. അതിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. അതിശക്തമായ കേരളീയ സമൂഹം, ഇതൊരു സ്റ്റേറ്റിൻ്റെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിനപ്പുറത്ത് കേരള സമൂഹം വളരെ പ്രബുദ്ധമായ രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ ക്രിസ്മസ് കരോൾ മാത്രമല്ലോ, അതേ പാലക്കാടിനടുത്ത് വാളയാറിലാണ് ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു റാം നാരായണൻ ബഗാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജോലി തേടിയെത്തിയ ഒരു അതിഥി തൊഴിലാളി ഭീകരമായി മർദ്ദിക്കപ്പെട്ട്, പോലീസ് സർജന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരത്തിൽ ചതവുകൾ അതെ ബംഗ്ലാദേശിയാണ്. ഇവിടെ നമ്മൾ അതെ വർഗീയ വിദ്വേഷമാണ്. ഇവര് എന്താണ്, തങ്ങൾ അപരരാണ് എന്ന് പറയുന്ന ആളുകൾ, തങ്ങൾ ഈ വിദേശികളാണ് എന്ന് പറയുന്ന ആളുകൾ, അവരെ ഈ രാജ്യത്ത് നിന്ന് തുരത്തുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. യഹൂദർ ജർമ്മൻ സംസ്കാരത്തിന്, ആര്യ സംസ്കൃതിക്ക്, ആര്യ ശ്രേഷ്ഠതയ്ക്ക് വലിയ ദോഷം വരുത്തുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റുപോകാൻ തന്നെ കാരണം ആര്യൻ രക്തത്തിൽ ഈ യഹൂദരുടെ അശുദ്ധ മ്ലേച്ഛ രക്തം മിശ്രണം ചെയ്താണ്. അതുകൊണ്ട് രക്തത്തിന്റെ ഈ മിശ്രണം ഇല്ലാതാക്കാൻ വേണ്ടി, ആര്യ ജൂതബന്ധങ്ങൾ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഭൂമുഖത്ത് നിന്ന് യഹൂദരെ തന്നെ